ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മസാല ഫ്രൈ ആണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ചിക്കൻ മസാല ഫ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആണ്. അത് ബോണോട് കൂടിയ പീസാണ് എടുത്തേക്കുന്നത്. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ഇതുപോലെ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നീളത്തില് ഇച്ചിരി വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവോളയുടെ ഒക്കെ കളർ മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ പീസുകളിൽ നന്നായിട്ട് മിക്സ് ആകുന്ന വിധം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ചിക്കൻ പീസിലെല്ലാം നന്നായിട്ട് ആ മസാല പിടിക്കണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇത് അടച്ചു വെച്ച് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. – 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കാനായിട്ട് വെക്കണം. ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മസാല ഫ്രൈ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്